നമസ്കാരം എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് നമ്മുടെ കണ്ണൂർ ജില്ലയിലെ കേരളത്തിന് ഏകദേശം 6 കിലോമീറ്റർ മാത്രം മാറ്റി ഒരു 5 ഏക്കർ 20 സെന്റ് സ്ഥലം വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട്. അതിനകത്ത് ഇതേമാരത്തെ കിടിലം റബ്ബറുകൾ നല്ല സൂപ്പർ തോട്ടം, നല്ല കാടെല്ലാം കൊത്തി നല്ല തെളിഞ്ഞ് കിടക്കണം. ഈ ഒരു പ്ലോട്ട് വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്ഥലത്തിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വിശേഷങ്ങൾ നിങ്ങൾ കാണിക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണേണ്ടത് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കാണുന്ന ഒരു പേജ് മറക്കാതെ കൊണ്ട് ഫോളോ ചെയ്ത് ഒപ്പം കൂടിക്കൊള്ളിട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു സ്ഥലത്തിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വിശേഷങ്ങളിലേക്ക് ഒന്ന് പോയി നോക്കാം. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പൊ നമുക്ക് ഇങ്ങോട്ട് വരാനുള്ള റോഡും സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്താ. ഇതാക്കുന്നത് കേരളത്തിൽ നിന്ന് വരുന്ന റോഡാട്ടോ. ഈ റോഡ് നേരെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് കേരളത്തോട്ട് തന്നെയാണ് ചെന്നത്തെ. ഏത് വാഹനം വേണേലും വരാൻ സൗകര്യത്തിനുള്ള റോഡും കാര്യങ്ങളൊക്കെയാണ്. വലിയ റോഡ് തന്നെയാണ്. ഫുള്ള് ടാറിങ് റോഡിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലം കേട്ടോ. അപ്പൊ ഇതാക്കുന്നത് ഫ്രണ്ടേജ് അതിൽ ഇവിടുന്ന് തുടങ്ങിയിട്ട് ഏകദേശം അത്യാവശ്യം നല്ല നീളവും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ അത് നമുക്ക് ഈ ഒരു ഭാഗത്ത് ഫ്രണ്ട് തന്നെ ഇഷ്ടം പോലെ വീടുകളും കാര്യങ്ങളൊക്കെ ആൾത്താമസമൊക്കെ ഒരുപാടുള്ള ഒരു ഏരിയ തന്നെയാണ്. പിന്നെ അതെ നിങ്ങൾ നോക്കിയാൽ നമ്മൾ പ്ലോട്ട് ഇതാക്കണം. ഫുള്ള് ചുറ്റുഭാഗം കമ്പിവേലിയൊക്കെ ഇട്ട് ബൗണ്ടറി എല്ലാം തിരിച്ചിട്ടേക്കുന്ന സ്ഥലമാണ്. റോഡ് സൈഡിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലം കേട്ടോ. പിന്നെ റോഡിന്റെ ഫ്രണ്ട് തന്നെ നമുക്ക് കറണ്ടിന്റെ ഇലക്ട്രിക് പോസ്റ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നമ്മൾ ഈ സ്ഥലത്തിന്റെ പഞ്ചായത്ത് വരുന്നത് നമുക്ക് കേളകം പഞ്ചായത്താണ്. അതുപോലെ വില്ലേജ് വരുന്നത് നമുക്ക് കേളകത്താണ് കേട്ടോ. ഇനി വരെ നമുക്ക് ബാക്കി ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ പോയി നോക്കാം. നമുക്ക് ഫ്രണ്ട് അതിൽ എൻ്റെ അവിടം വരെ അത്യാവശ്യം നല്ല നീളം വരുന്നുണ്ട്. ഇനി വരെ നമുക്ക് പോയി നോക്കാം. അപ്പൊ നമ്മുടെ സ്ഥലത്തിന്റെ ഫ്രണ്ടേജ് അത്യാവശ്യം നല്ല നീളം വരുന്നുണ്ട്. ഏകദേശം ഇവിടം വരെയാണ് നമുക്ക് ഈ ഒരു സ്ഥലത്തിന്റെ ഫ്രണ്ടേജ് ആദ്യം ഇവിടം വരെയാണ് വരുന്നത്. നമ്മൾ ഈ ഒരു സ്ഥലം നമുക്ക് പാറത്തോട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മൾ ഈ ഒരു സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. ഇനി വരെ നമുക്ക് പ്ലോട്ടിനകത്തോട്ടൊന്ന് പോയി നോക്കാം. അപ്പൊ നിലവിൽ ഇതിനകത്ത് ചെറിയൊരു വീടുണ്ട്. 2 റൂം, ഹാള്, അടുക്കള ഒക്കെ ആയിട്ടുള്ള ചെറിയൊരു വീട് ഇപ്പൊ ഇതിനകത്തുണ്ട്. പറമ്പിൽ പണിക്കാരോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് താമസിക്കണമൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ സൗകര്യത്തിനുള്ള ചെറിയൊരു വീട് ഇപ്പൊ നിലവിൽ ഇപ്പൊ ഇതിനകത്തുണ്ട് കേട്ടോ. കറണ്ടിന്റെ കണക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ വീടിന്റെ മേൽക്കൂര ആസ്പെറ്റോടാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ അതാണ് വീടിന്റെ ഒരു ചെറിയൊരു എന്താ പറയുക, അത്യാവശ്യം ഒരു ഫാമിലിക്ക് താമസിക്കാൻ സൗകര്യത്തിനുള്ള ചെറിയൊരു വീട് തന്നെയാണ് കേട്ടോ. നമ്മളെ വീടിനോട് ചേർന്ന് നമുക്ക് നല്ലൊരു പുകപ്പരയും കൂടെ ഉണ്ട്. നമ്മൾ ഈ ഒരു പ്ലോട്ടിനകത്ത് ഏകദേശം ഒരു 800ഓളം റബ്ബറുകൾ ടാപ്പിംഗ് ആക്കുന്നുണ്ട്. അപ്പൊ ആ ഷീറ്റ് പുകയിടാൻ വേണ്ടി ഇതാക്കുന്നത് ഏകദേശം ഒരു 500ഓളം ഷീറ്റ് പുകയിടാൻ സൗകര്യത്തിനുള്ള വലിയൊരു പുകപ്പര ഉണ്ട് ഈ ഒരു പ്ലോട്ടിനകത്ത്. പിന്നെ നമുക്ക് വെള്ളത്തിന്റെ സൗകര്യത്തിനാക്കണം. വറ്റാത്ത വെള്ളമുള്ള ബോർവെല്ലുണ്ട്. ഫുൾ ടൈം വെള്ളവും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. നല്ല വെള്ളമുള്ളതാണ് കേട്ടോ. ഇപ്പൊ പറമ്പിലെ ആവശ്യത്തിനാണെങ്കിലും ഷീറ്റ് അടിക്കാനും ഒക്കെ ആവശ്യത്തിനാണെങ്കിലും വീട്ടിലെ ആവശ്യത്തിനാണെങ്കിലും ഒക്കെ വെള്ളമൊക്കെ ഇഷ്ടം പോലെ കിട്ടുന്നതാണ്. ഇപ്പൊ ഇതാക്കണേ ഈ കാണുന്നതാണ് നമ്മളെ പ്ലോട്ട് കേട്ടോ. മൊത്തം 5 ഏക്കർ 20 സെന്റ് സ്ഥലം ഇങ്ങനെ മൊത്തം കാണാം നമുക്ക്. ഇതാണ് ഇപ്പൊ നമ്മളെ പ്ലോട്ടിന്റെ ഒരു ഏകദേശ വ്യൂ കേട്ടോ. ഇനി നമുക്ക് ബാക്കി ഡീറ്റെയിൽ നമുക്ക് പ്ലോട്ടിനകത്തോട്ട് പോയിട്ട് ഒന്ന് നോക്കിയാൽ നമ്മൾ പേര് വീടിന്റെ ബാക്ക് സൈഡിലാണ് ഇപ്പൊ നിൽക്കുന്നത്. അപ്പൊ ഇങ്ങോട്ട് വരുമ്പോൾ നോക്കിയാൽ നിങ്ങൾ തെങ്ങൊക്കെ ഉണ്ടെങ്കിൽ നല്ല കായ്ക്കണ തെങ്ങ് ഏകദേശം ഒരു 10-25ഓളം തെങ്ങുണ്ട് കേട്ടോ. നമ്മളെ വീട്ടിലെ ആവശ്യത്തിന് ഉപയോഗിക്കാനൊക്കെ തേങ്ങയും കാര്യമൊക്കെ ഇഷ്ടംപോലെ കിട്ടുന്നതാണ്. പിന്നെ ഇങ്ങോട്ടൊന്ന് വന്ന് നോക്കിയാൽ നിങ്ങൾ ഈ കവുങ്ങുണ്ട്. നിങ്ങൾ ഇഷ്ടംപോലെ കവുങ്ങ് കേട്ടോ. ഇതിന്റെ ഈ ഇടയ്ക്കെല്ലാം കുറെ കവുങ്ങലുണ്ട്. അതേ കൂടെ എല്ലാം എന്താക്കണേ നല്ല കൊടിയെല്ലാം പിടിപ്പിച്ചിട്ടുണ്ട്. ഇഷ്ടംപോലെ കുരുമുളകും സാധനങ്ങളൊക്കെ കിട്ടുന്നതാണ് കേട്ടോ. അതേമാർക്ക് ഇതാക്കണം. ഈ കാണുന്ന പ്ലാവാണ്. പ്ലാവൊക്കെ നല്ല വലിയ പ്ലാവാണ്. ഇഷ്ടംപോലെ ചക്കയെല്ലാം കിട്ടുന്നതാണ് കേട്ടോ. ഇതാക്കണം. ഇവിടെയും കണ്ടില്ല പ്ലാവ് ഇഷ്ടംപോലെ. ചക്കയ്ക്കൊന്നും ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും ഇല്ല. ഈ പറമ്പിന്റെ ഒരുവിധം എല്ലാ ഭാഗത്തു കൂടിയും പ്ലാവെല്ലാം നല്ലോണം നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അതേപോലെ ഇതാക്കണം. നമുക്ക് മറ്റേ കാപ്പിയെല്ലാം ഉണ്ട്. കാപ്പിയിൽ ഇതാക്കണം. ഈ ഒരു ഭാഗത്ത് ഇഷ്ടംപോലെ കാപ്പിയുണ്ട്. അതേപോലെ ഇതാക്കണം. നമുക്ക് ഈ ഒരു ഭാഗത്തോട്ട് എങ്ങോട്ടോ നോക്കിയാൽ നിങ്ങൾ ഇതാക്കണേ ഈ ഒരു ഭാഗത്ത് ഇതാക്കണം. ഏകദേശം ഒരു 10-30ഓളം മൂട് കാപ്പിന് കേട്ടോ. നമുക്ക് വീട്ടിലെ ആവശ്യത്തിന് പൊടിപ്പിക്കാനാണെങ്കിലും കടയിൽ കൊടുക്കാനാണെങ്കിലും ഒക്കെ ഇതാക്കണേ കാപ്പിയൊക്കെ ഇതാക്കണം. ഇതേമാരത്തെ വലിയ വലിയ മരമായിട്ടുള്ള കാപ്പി ഇഷ്ടം പോലെ ഉണ്ട്. ഇനി നമുക്ക് അടുത്ത കാണാളാക്കണ് ആ റബ്ബറൊക്കെ ഒന്ന് പോയിട്ട് കാണണ്ടേ നമുക്ക്. ഇങ്ങോട്ട് വരിങ്ങള് ഇങ്ങോട്ട് നോക്കിയാൽ നിങ്ങൾ ഈ കാണുന്ന മരം കണ്ടുകൾ ഇതേമാർക്കുള്ള മരമാണ് നമ്മൾ ഈ ഒരു പ്ലോട്ടിനകത്ത് ഉള്ളത്. നമ്മൾ ഈ സ്ഥലത്ത് മൊത്തം 800ഓളം റബ്ബറുകളാണല്ലോ. അതിനകത്ത് ഈ ഒരു ഭാഗത്ത് 414 ഇനത്തിൽപ്പെട്ടിട്ടുള്ള റബ്ബറുകളും ഇതിന്റെ ബാക്കി ബാലൻസ് മരങ്ങളും മേലെ 105 ഇനത്തിൽപ്പെട്ടിട്ടുള്ള മരങ്ങളും കൂടെ ആണല്ലോ കേട്ടോ. ഇനി ഇങ്ങോട്ട് വരും. ഇങ്ങോട്ട് നോക്കിയാൽ നിങ്ങൾ പ്ലാറ്ററൊക്കെ ഉണ്ടല്ലോ. നല്ല ലെവലായി കിടക്കുന്ന പ്ലാറ്റർ. ഇങ്ങോട്ട് നോക്ക്. ടാപ്പിംഗ് ആക്കിക്കൊണ്ട് നടക്കാനാണെങ്കിലും അതുപോലെ പാലെടുത്ത് കൊണ്ടു നടക്കാനാണെങ്കിലും ഒക്കെ നല്ല സുഖമാണ് കേട്ടോ. രാത്രിക്ക് 2 മണിക്കോ 3 മണിക്കോ ഒക്കെ കണ്ണും പൂട്ടി നടന്ന് നമുക്ക് ടാപ്പിംഗ് ആക്കാൻ നല്ല ലെവലായി കിടക്കുന്ന പ്ലാറ്റ്ഫോം തന്നെയാണ്. ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ചെറിയ കുട്ടിയാക്കോ വീട്ടിലെ ഭാര്യമാർക്കൊക്കെ പാലെടുത്ത് കൊണ്ടുനടക്കാനൊക്കെ സുഖമാണ് കേട്ടോ. അത്രയ്ക്ക് നീറ്റായി കിടക്കുന്ന സ്ഥലമാണ്. നമുക്ക് ഇങ്ങേ തല തൊട്ട് അങ്ങേ തല വരെ അങ്ങനെ തെളിഞ്ഞ് കാണാട്ടോ. മരമാണെങ്കിലോ ഇതാക്കണേ ഒക്കെ ഒന്നിനൊന്നിനും മെച്ചായിട്ടില്ല. നല്ല നല്ല മരങ്ങൾ കണ്ടില്ല നിങ്ങൾ. ഒക്കെ കിടുക്കാച്ചി മരങ്ങൾ എല്ലാം നല്ല നല്ല മരം. നല്ല വണ്ണവും കാര്യങ്ങളൊക്കെ ഉള്ള പാല് കിട്ടുന്ന മരം. പിന്നെ നിങ്ങൾ ഈ ഒരു പ്ലോട്ട് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് താമസിക്കാനായിട്ട് ഒരു വീടുണ്ട്. വെള്ളത്തിന്റെ സൗകര്യത്തിന് വറ്റാത്ത വെള്ളമുള്ള ബോർവെല്ലുണ്ട്. കറണ്ടിന്റെ കണക്ഷൻ ഉണ്ട്. ഏത് വാഹനം വേണേലും പ്ലോട്ടിലോട്ട് എത്തിപ്പെടാൻ സൗകര്യത്തിന് വഴി സൗകര്യം ഉണ്ട്. പിന്നെ ഇങ്ങോട്ട് നോക്കുകയാണ് ഇതാക്കണം. ഇതേമാരത്തെ മുതൽ റബ്ബറുകളാണ്. ആകെ ഇത്ര മാത്രമേ ടാപ്പിംഗ് ആക്കിയിട്ടുള്ളൂ കേട്ടോ. കുറച്ചു ഭാഗം മാത്രമേ ടാപ്പിംഗ് ആക്കിയിട്ടുള്ളൂ. ഇനി ഇതാക്കണം. നമുക്ക് ഈ ഒരു റബ്ബറെല്ലാം ടാപ്പിംഗ് ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഷീറ്റ് അടിക്കാൻ സൗകര്യത്തിന് നല്ലൊരു മെഷീൻ പേരും കൂടി ഉണ്ട് കേട്ടോ. ഞാൻ മെഷീൻ പേര് ഒന്ന് കാണിച്ചാൽ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾ പോണ വഴി തന്നെ ഇതാക്കണം. കാപ്പി കണ്ടില്ല നിങ്ങൾ. നല്ല നല്ല കായ്ക്കണ കാപ്പികളാണ് ഇതിനകത്തുള്ളത് കേട്ടോ. ഇങ്ങോട്ട് വരും. നമുക്ക് മെഷീൻ പേരെ ഒന്ന് കാണാം.
ഇതാക്കണേ ഇവിടെയാണ് നമ്മുടെ മെഷീൻ വരെ വരുന്നത് കേട്ടോ. നമുക്ക് ഷീറ്റ് അടിക്കാനൊക്കെ സൗകര്യത്തിന് നല്ലൊരു മെഷീൻ വരെ, അത്യാവശ്യം നല്ല വലിയ മെഷീൻ വരെയാണ്. വെള്ളത്തിന്റെ സൗകര്യത്തിന് നമുക്ക് താഴത്തെ ബോർവെല്ലിൽ നിന്ന് ഇങ്ങോട്ട് വെള്ളം അടിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അവിടെ നോക്കിയാണ് സാധാ മെഷീന്, ഷീറ്റ് ഉറയിക്കാനൊക്കെ ഉള്ള സൗകര്യം ഉണ്ട് കേട്ടോ. ഫുള്ള് ചുറ്റുഭാഗവും ഗ്രില്ലൊക്കെ ഇട്ടിട്ട് എന്താ പറയാ, നല്ല എന്താ പറയാ, ഫുള്ള് അടച്ചുറപ്പാക്കിയിട്ടുണ്ട്. ചുറ്റുഭാഗം ഇതേമാർക്ക് ബാക്ക് സൈഡിലോ അതുപോലെ മൊത്തത്തിൽ ഗ്രില്ലൊക്കെ ഇട്ട് അടച്ചുറപ്പാക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതാക്കണേ നമ്മൾ ഈ ഒരു ഭാഗത്ത് നമുക്ക് നല്ല കായ്ക്കണ മാവുണ്ട്. കൊണ്ട് നോക്കിയാണ് പ്ലാവാണെങ്കിലും മാവാണെങ്കിലും എല്ലാ സാധനവും ഉണ്ട് പറമ്പിനകത്ത് ഇട്ടോ. നോക്കി വലിയൊരു മാവുണ്ട്. അപ്പൊ ഇതാക്കണേ നമ്മൾ ഈ ഒരു പ്ലോട്ടിന്റെ മേലെ നിന്നുള്ള ഒരു മൊത്തത്തിലുള്ള ഒരു വ്യൂ ആണ് ഇപ്പൊ നിങ്ങൾ ഈ കണ്ടോണ്ടിരിക്കണത്. നോക്കി മൊത്തം കാടെല്ലാം വെട്ടി തെളിച്ചിട്ട് മൊത്തം അല്ല കിഡിലനായിട്ട് കിടക്കണുണ്ടല്ലെങ്കിൽ ഈ തെളിഞ്ഞ് കിടക്കുന്ന സ്ഥലമാണ് നമ്മളിതുള്ളത്. മൊത്തം 5 ഏക്കർ 20 സെന്റ് സ്ഥലമാണ് നമുക്ക് മൊത്തം ഉള്ളത് കേട്ടോ. അതിനകത്താണ് ഇതേപോലത്തെ കാട്ടുമരങ്ങൾ, ഒരുപാട് കാട്ടുമരങ്ങളുണ്ട്, പ്ലാവുണ്ട്, മാവുണ്ട്, അതുപോലെ തന്നെ ഇരുപൂളുണ്ട്. അങ്ങനത്തെ ഒരുപാട് മരങ്ങൾ നമുക്ക് ഇതിനകത്ത് കാട്ടുമരങ്ങളായിട്ടുണ്ട്. മരങ്ങളൊക്കെ അത്യാവശ്യം നല്ല വണ്ണവും കാര്യങ്ങളൊക്കെ ഉള്ള മരങ്ങളാണ് കേട്ടോ. പിന്നെ ഇതാക്കണേ നമുക്ക് അടുത്ത നമ്മളെ 105 ഇനത്തിൽ പെട്ടിട്ടുള്ള റബ്ബറുകൾ നമുക്ക് ഇവിടുന്ന് തുടങ്ങാൻ കേട്ടോ. നമുക്ക് നമ്മളെ ഈ ഒരു ഭാഗത്ത് ഇതാകണം കുറച്ച് 414 ഇനത്തിൽപ്പെട്ട മരങ്ങളുണ്ട്. ഈ ഒരു ഭാഗത്ത് കുറച്ച് മരങ്ങൾ, അതുപോലെ തന്നെ ബാലൻസ് ബാക്കി ഭാഗം ഉള്ളത് 105 ഇനത്തിൽപ്പെട്ട മരങ്ങളാണ് നമുക്ക് ഈ ഒരു ഭാഗത്തുള്ളത്. കണ്ടില്ല, നല്ല നല്ല കിടിലം മരങ്ങളാണ് ഈ ഒരു ഭാഗത്തുള്ളത് കേട്ടോ. കണ്ടല്ലേ, ഒക്കെ നല്ല പാല് കിട്ടുന്ന നല്ല നല്ല മരങ്ങൾ തന്നെയാണ് കേട്ടോ. നമുക്ക് ഈ ചുറ്റുഭാഗം ഉണ്ടാക്കണം, അതിലെല്ലാം ഫുള്ള് ബൗണ്ടറി തിരിച്ചിട്ടേക്കാണ് ഇതാക്കണ, കമ്പി വേലി ഇട്ടിട്ടുണ്ട് കേട്ടോ. നമ്മളെ പ്ലോട്ടിന്റെ അതിര് മാറാനോ അങ്ങനത്തെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ല. ഫുള്ള് ഇതേപോലെ കമ്പി വേലി ഇട്ട് അതിരെല്ലാം ബൗണ്ടറി എല്ലാം അളന്ന് തിരിച്ചിട്ടേക്കുന്ന സ്ഥലമാണ്. പിന്നെ നമുക്ക് ഇവിടെ മേൽഭാഗത്ത് കണ്ടാലും നമുക്ക് ഇഷ്ടം പോലെ വീടുകളുണ്ട് കേട്ടോ. നമ്മളെ പ്ലോട്ടിന്റെ അതിരിനോട് ചാരിയിട്ടൊക്കെ ഒരുപാട് നമ്മൾ താഴെ നമ്മൾ വീട് കാണിച്ചു കൊടുത്തായിരുന്നു. അതുപോലെ തന്നെ അതാണ് ഈ ഒരു സൈഡിലും വീടുകളുണ്ട് കേട്ടോ. അത്യാവശ്യം ആൾതാമസങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ള നല്ല നല്ല കിഡിലൊരു പ്ലോട്ട് തന്നെയാണ് കേട്ടോ. മൊത്തം 5 ഏക്കർ 20 സെന്റ് സ്ഥലമാണുള്ളത്. നമ്മളെ ഈ ഒരു പ്ലോട്ടിന്റെ ഏകദേശം ഒരു വ്യൂ ആണ് ഇപ്പൊ നിങ്ങൾ ഈ കണ്ടോണ്ടിരിക്കുന്നത് കേട്ടോ. കണ്ടില്ല നിങ്ങൾ, നല്ല കാടെല്ലാം വെട്ടി തെളിച്ചിട്ട് നല്ല കിടുക്കാച്ചിരി തോട്ടം. പ്ലോട്ട് എങ്ങനെയുണ്ട്? നല്ല തോട്ടല്ലേ, നല്ല അടിപൊളി. സ്ഥലം വരുന്നത് നമ്മളെ കണ്ണൂർ ജില്ലയിലെ കേളകത്ത് നിന്ന് വെറും 6 കിലോമീറ്റർ മാത്രം അകലത്തിലാണ് ഈ ഒരു പ്ലോട്ട് വരുന്നത് കേട്ടോ. നിങ്ങൾ ഈ ഒരു സ്ഥലമൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ പിള്ളേരൊക്കെ സ്കൂളിലോട്ടൊക്കെ പറഞ്ഞു വിടണമെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഏകദേശം ഒരു കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ നമുക്ക് അടയ്ക്കാത്തോട് എന്ന് പറഞ്ഞ സ്ഥലത്ത് നമുക്ക് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഉണ്ട്. പിന്നെ നമുക്ക് എന്തെങ്കിലും ഹോസ്പിറ്റൽ കേസോ സംഭവങ്ങൾ എന്തെങ്കിലുമൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു 6 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ നമുക്ക് ഗവൺമെന്റ് ഹോസ്പിറ്റൽ, കേളകത്ത് നമുക്ക് ഗവൺമെന്റ് ഹോസ്പിറ്റലുകൾ കാര്യങ്ങളെല്ലാം ഉണ്ട്. ഒരുവിധ എല്ലാ സൗകര്യങ്ങളും നമുക്ക് കേളകത്തുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ലൊരു കിടിലം പ്ലോട്ട് തന്നെയാണ് ഈ ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ. നമുക്ക് ഈ ഒരു പ്ലോട്ടിന് ഈ ഓണർ പ്രതീക്ഷിക്കുന്ന വില എന്ന് പറഞ്ഞാൽ ഏക്കറിന് വെറും 21 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത്. അതും ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആയിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു പ്ലോട്ട്, ഈ ഒരു സ്ഥലം സ്വന്തമാക്കണം എന്നൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഓണറുടെ നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഡയറക്റ്റ് ഓണറായിട്ട് ഒന്ന് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ സ്ഥലങ്ങൾ ഏതിലൊക്കെ നമുക്ക് കാസർഗോഡ് ജില്ലയിലോ കണ്ണൂർ ജില്ലയിലോ വിൽക്കാനുണ്ടെങ്കിൽ എൻ്റെ നമ്പറുമായിട്ട് ഒന്ന് വിളിക്കാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ നമുക്ക് മറ്റൊരു അടിപൊളി ഒരു കിടിലം പ്ലോട്ടിൻ്റെ വിശേഷമായിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ. ബൈ.